ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും പയറിലത്തോരൻ തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കൊടി നീട്ടിയിട്ടുള്ള ഭാഗത്തെ ഇളം ഇലകൾ നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ആ ഇലകളാണ് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൊടി നീട്ടിയിട്ടുള്ള ഭാഗത്തെ ഇലകളൊക്കെ ആദ്യം തന്നെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം ചെറുതായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തോരന് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വേപ്പിലയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു പിടി നാളികേരം ചിരകിയത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുളകും സവാളയും കുറച്ച് വേപ്പിലയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വാടി വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. ഒരുപാട് നമ്മൾ മൂപ്പിച്ചെടുക്കണില്ല. അപ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് പയറില അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കുക. നല്ല വേവുള്ളതാണ് പയറിലേക്ക്. അപ്പോൾ മൂടി വെച്ചിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഇതുപോലെ തന്നെ 2-3 വട്ടം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ പയറില വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പയറിലത്തോരൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് പയറിലത്തോരൻ തയ്യാറാക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.